എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. 500 സബ്സ്ക്രൈബേഴ്സ് മതി. 500 സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ നമുക്ക് മോണിറ്റൈസ് ആവാൻ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് വേണ്ടത്? നമുക്ക് 30 lakh വ്യൂസ് ആണ് 90 ഡേയ്സിൽ വേണ്ടത്. ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാം. ആരും പറയാത്ത കാര്യങ്ങൾ, ഞാൻ ശ്രദ്ധിച്ച കാര്യം. എൻ്റെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസ് ആയത് 2 months കൊണ്ടാണ്. 2 മാസം കണ്ടിന്യൂസ്ലി ഞാൻ ഒരു ദിവസം വിടാതെ വീഡിയോസ് ഇട്ടിട്ട് 2 monthsലാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത്. പക്ഷെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1 year ആയി. പക്ഷെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത് 2 months കൊണ്ടാണ്. അതെങ്ങനെയാണെന്നുള്ളതല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ, ചാനൽ മോണിറ്റൈസ് ആവുക എന്ന് പറയുമ്പോൾ തന്നെ 2023 വന്നൊരു പുതിയ ക്രൈറ്റീരിയ ഉണ്ട്. പുതിയതായിട്ട് അവർ ലോഞ്ച് ചെയ്തൊരു യൂട്യൂബുകാർ ലോഞ്ച് ചെയ്തൊരു സാധനമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് 4000 വാച്ച് അവേഴ്സും ലോങ് വീഡിയോയുടെ 4000 വാച്ച് അവേഴ്സും 10 million ഷോർട്സിൻ്റെ വ്യൂസും വേണം എന്നാണ് പറയുന്നത്. പ്ലസ് 1000 സബ്സ്ക്രൈബേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഒന്നിൽ 4000 വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ 10 million ഷോർട്സിൻ്റെ വ്യൂസ്, ഇത് രണ്ടും ഏതെങ്കിലും ഒന്ന് പ്ലസ് 10,000 സബ്സ്ക്രൈബേഴ്സ് അല്ലേ. ഇതാണ് ക്രൈറ്റീരിയ. ഇത്ര ആയി കഴിഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവും. എന്നിട്ട് പിന്നെ നമ്മുടെ ഷോർട്സും വീഡിയോസിനൊക്കെ നമുക്ക് ഏൺ ചെയ്ത് തുടങ്ങാം അല്ലേ. പക്ഷേ ആരും പറയാത്തൊരു കാര്യമുണ്ട്. പുതിയതായിട്ട് 2023 ലോഞ്ച് ചെയ്ത ക്രൈറ്റീരിയ പ്രകാരം 500 സബ്സ്ക്രൈബേഴ്സ് മതി. 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സ്, ലോങ് വീഡിയോസിന് 3000 വാച്ച് അവേഴ്സും അല്ലെങ്കിൽ 3 million യൂട്യൂബ് ഷോർട്സിൻ്റെ വ്യൂസ്, അത് 90 ഡേയ്സിൽ. ലോങ് വീഡിയോസിൻ്റെ വാച്ച് അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 365 ഡേയ്സിനകത്ത്. അപ്പം ഈ ക്രൈറ്റീരിയ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവും. അപ്പം ഇത് രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവും. അത് പുതുതായിട്ട് കൊണ്ടുവന്നൊരു കാര്യം. അപ്പം നിങ്ങൾക്ക് നേരത്തെ ചാനൽ മോണിറ്റൈസ് ആവാം. അല്ലാതെ നിങ്ങൾ 4000 വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ 10 million വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ചാനൽ മോണിറ്റൈസ് ആവുന്നില്ല. ഈ എളുപ്പവഴി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസ് ആവാം. ഈ മോണിറ്റൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഏൺ ചെയ്ത് തുടങ്ങുമെന്ന് കുറേ പേർക്ക് ഡൗട്ടുണ്ട്. എനിക്കതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എവിടെ നോക്കിയിട്ടും ഞാൻ ഒരിടത്തും കണ്ടില്ല. ഒരിടത്തും ആരും പറഞ്ഞിട്ടില്ല ഈ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സും 3 million യൂട്യൂബിൻ്റെ ഷോർട്സിൻ്റെ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് ഒരിടത്തും കിട്ടിയില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയാമെന്ന് വിചാരിച്ച് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആവും. യൂട്യൂബ് നിങ്ങളുടെ ഇതേപോലെ എനിക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങൾ അതിനകത്ത് കയറി അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു 2 ഡേയ്സിൽ തന്നെ അപ്രൂവ് ആയി കിട്ടി. 2 ഡേയ്സിൽ തന്നെ അപ്രൂവ് ആയി കിട്ടി. പിന്നെ അതിൻ്റെ ഓരോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഏൺ ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് ത്രൂ മെമ്പർഷിപ്പ്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് അതിനകത്തുനിന്ന് നമ്മുടെ ഫാൻസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അവർ നമ്മളെ നമ്മുടെ മെമ്പർഷിപ്പ് അവരെടുത്ത് അതിനകത്ത് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ഫാൻസ് വഴി നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഓപ്ഷനാണ് ഈ 3 million വ്യൂസ്, യൂട്യൂബ് ഷോർട്സിന് 3 million വെച്ച് ക്രൈറ്റീരിയ. അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പേർക്സ് ഇതൊക്കെയാണ്. ഈ മെത്തേഡ്സിൽ കൂടെയാണ് നമുക്ക് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് ഷോർട്സ് അല്ലെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോസൊന്നും നമുക്ക് പേയ്മെൻറ്റ് കിട്ടൂല. അത് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പായ 4000 വാച്ച് അവേഴ്സും അല്ലെങ്കിൽ 10 million യൂട്യൂബിൻ്റെ ഷോർട്സിൻ്റെ വ്യൂസും ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ഉണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പം ഇത് ഞാൻ എങ്ങനെ കണ്ടുപിടിച്ചു? അല്ലെങ്കിൽ എൻ്റെ 1 year ആയി ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, പക്ഷേ 2 months കൊണ്ട് എങ്ങനെ ഞാൻ ഫസ്റ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാനും പറയാൻ പോകുന്നത്.
ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ 28 യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും 28 ഡേയ്സിൽ നിങ്ങൾക്ക് എത്ര വ്യൂസാണ് കിട്ടുന്നത് എന്ന്. 28 ഡേയ്സിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഐഡിയ കാണുമല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 months ആയതേ ഉള്ളൂ ഇത് ഇത് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് വരെ എൻ്റെ 28 ഡേയ്സ്, ഒരു മാസത്തെ എൻ്റെ വ്യൂ എന്ന് പറയുന്നത് 200K ആയിരുന്നു എന്ന് പറഞ്ഞാൽ 2 lakh വ്യൂസ്. 1 monthൽ എനിക്ക് 2 lakh വ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് മോണിറ്റൈസ് ആവാൻ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് വേണ്ടത്? നമുക്ക് 30 lakh വ്യൂസ് ആണ് 90 ഡേയ്സിൽ വേണ്ടത്. എന്ന് പറയുമ്പോൾ ഒരു മാസം നമുക്ക് 10 lakh വ്യൂസ് എങ്കിലും കിട്ടണം. പക്ഷെ എനിക്ക് ഒരു മാസം കിട്ടിക്കൊണ്ടിരുന്നത് 2 lakh വ്യൂസ് ആണ്. അപ്പം ഞാനത് കുറേ നാളായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ വർഷം തൊട്ടേ എല്ലാ ദിവസവും ഒരു ഷോർട്സ് വെച്ച് ഞാൻ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇട്ടിട്ടും എൻ്റെ എല്ലാ മാസവും ഈ 2 lakh തന്നെയായിരുന്നു, അത് അവിടെ തന്നെ സ്റ്റക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഓക്കെ, നമുക്ക് എന്ത് വ്യൂസ് കിട്ടുന്നു എന്ന് നോക്കിയിട്ട് അതിൻ്റെ, അപ്പോൾ ഒരു മാസം നമുക്ക് 10 lakh വ്യൂ, ഇപ്പം എനിക്ക് ഒരു മാസം 2 lakh വ്യൂസാണ് കിട്ടുന്നത്. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഒരു ദിവസം ഇട്ടിട്ട് എനിക്ക് 2 lakh വ്യൂസാണ് 1 month കിട്ടുന്നത്. അപ്പം എനിക്ക് 10 lakh വ്യൂസ് ഒരു മന്ത് ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഒരു വീഡിയോ ഇടുന്നതിന് പകരം ഞാനൊരു 4 അല്ല 5 വീഡിയോ വെച്ച് ഇടണം. എന്നാൽ എനിക്ക് ഒരു മന്ത് 10 lakh വ്യൂസ് കിട്ടും. അപ്പം ബേസിക്കലി ഞാൻ അതാണ് ചെയ്തത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് 90 ഡേയ്സ് 3 monthsൽ ഇത്ര വീഡിയോസ് വെച്ച് ഒരു ദിവസം ഇടുന്നതിൻ്റെ റേറ്റ് ഞാൻ കൂട്ടി. അപ്പോൾ ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ ഇടുന്നതിന് പകരം ഒരു ദിവസം ഞാൻ ഏപ്രിൽ മാസം ഞാൻ ഒരു ദിവസം 3 വീഡിയോസ് വെച്ച് ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും എനിക്കൊരു 6-7 lakh ഒരു മാസം കിട്ടി. എന്നാൽ ലാസ്റ്റ് മെയ് മാസം ഞാൻ ഒരു ദിവസം 6 ഷോർട്സ് വെച്ചിട്ടു. 6 ഷോർട്സ് വെച്ചിട്ടപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര ഇതായിട്ട് ഡബിളായി. 6 എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഡബിളായി. അപ്പം എനിക്ക് വേണ്ട ഈ 30 lakh വ്യൂസ് എനിക്ക് ഈ 2 മാസത്തെ ഞാൻ ഈ ഡബിളിങ് ഈ സാധനം ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ആ വ്യൂസ് അത്രയും കൂടി കിട്ടി. അപ്പം നിങ്ങൾ നിങ്ങളുടെ ചാനലിനകത്ത് എന്ത് ടൈപ്പ് വീഡിയോസ് ഇടുമ്പോഴാണ്, എന്ത് കാര്യം ഇത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വ്യൂസ് കിട്ടുന്നത് നോക്കിയിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അതിൻ്റെ അളവ് കൂട്ടുക. അത് കൂട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതേപോലെ ഈ ഫസ്റ്റ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്ക് ഈ ഐഡിയ യൂസ് ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അച്ചീവ് ചെയ്തതുപോലെ എൻ്റെ ചാനൽ ഇപ്പോൾ മോണിറ്റൈസ് ആയി. എൻ്റെ ഇനി നെക്സ്റ്റ് എയിം എന്ന് പറയുന്നത് എൻ്റെ 4000 വാച്ച് അവേഴ്സ് അല്ലെങ്കിൽ 10 million വ്യൂസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആരും മറക്കാതെ ഞാൻ ഈ പറഞ്ഞ കാര്യം ഫോളോ ചെയ്യുക. കണ്ടിന്യൂസ് ആയി നിങ്ങൾ ഒരു ദിവസം എത്ര വീഡിയോസ് ഇട്ടിട്ടാണ് നിങ്ങൾക്ക് 1 monthൽ വ്യൂസ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ വീഡിയോസിൻ്റെ അളവ് കൂട്ടി എല്ലാ ദിവസവും അത്രയും എണ്ണം വെച്ച് ഇട്ടെന്ന് വെച്ചോ നിങ്ങളുടെ ഈ ക്രൈറ്റീരിയ മീറ്റ് ആവും. ഓക്കെ, അപ്പം ഇത് ഞാൻ ഒരിടത്തും കണ്ടിട്ട് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതുപോലെ തന്നെ നിങ്ങളുടെയും എല്ലാവരുടെയും വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് നിങ്ങളുടെ എല്ലാവരുടെയും ചാനൽ നല്ലതുപോലെ കയറട്ടെ. അപ്പം ഞാൻ ഈ ടെക്നിക്ക് ഉപയോഗിച്ചത് കൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സും എനിക്ക് അത്രയ്ക്ക് കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആക്ടിങ് വീഡിയോസാണ്. അത് നീതുമോൾ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ ഓഡിയോസ് അല്ലെങ്കിൽ അവരുടെ ഓഡിയോ കണ്ടൻറ്റിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ക്യാരക്ടർ ആണെങ്കിലും ആ വോയിസ് ആണെങ്കിലും ഡയലോഗ്സ് പറയാനാണെങ്കിലും ഞാൻ അത്ര എൻജോയ് ചെയ്താണ് അത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അതേപോലെ ചെയ്യൂ. ഐ ഹോപ്പ് ദിസ് വീഡിയോ ഈസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. നിങ്ങളെല്ലാവരും മോണിറ്റൈസ് ആവട്ടെ വേഗം തന്നെ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മറക്കരുത്. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ദിസ് ഇസ് മീ ഐഷു സൈനിങ് ഓഫ് ഫ്രം ഐഷു ടീസ് വേൾഡ്. ബൈ.